നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മല മമ്മദിന്റെ അടുത്ത് ചെല്ലില്ല, മമ്മദ് മലയുടെ അടുത്ത് ചെല്ലണം എന്ന് വെച്ചാൽ ആവശ്യക്കാരന് ആവശ്യം നടക്കണമെങ്കിൽ കാര്യം അങ്ങോട്ട് പോയി സാധിക്കണം എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ട്രംപ് മോദിയെ കാണാൻ വരണോ അതോ മോദി ട്രംപിനെ കാണാൻ പോകുമോ എന്നുള്ളൊരു പിടിവലി കുറച്ച് കാലമായിട്ടുണ്ട് അല്ലേ. മോദി പലപ്പോഴും കാനഡ ഉൾപ്പെടെ കഴിഞ്ഞ വർഷം G7 മീറ്റിങ്ങിനൊക്കെ ചെന്നിട്ടും മോദി പിടികൊടുക്കാതെ, അങ്ങനെ പല സ്ഥലങ്ങളിൽ മോദി പിടികൊടുക്കാതെ നടക്കുകയായിരുന്നു. അങ്ങനെ മോദിയെ എങ്ങനെയെങ്കിലും അമേരിക്കയിൽ എത്തിക്കാനായിട്ടും ചർച്ച നടത്താനുമായിട്ടൊക്കെ ഉള്ള പല പണികളും ട്രംപ് നോക്കിയിരുന്നു. പക്ഷേ ഇടക്കാലം കൊണ്ട് ട്രംപ് മോദിയെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പാകിസ്ഥാനെ ഒന്ന് സൂചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇടയ്ക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഇറാൻ യുദ്ധമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അതിനിടയ്ക്ക് എന്തൊരു ബഹളമായിരുന്നു. അസിം മുനീർ പോകുന്നു അമേരിക്കയിലേക്ക്, ഷഹബാസ് ഷെറീഫ് പോകുന്നു, അത് കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ആൾ പാകിസ്ഥാനിലേക്ക് വരുന്നു, വീണ്ടും അസിം മുനീർ പോകുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പല ബഹളം ഉണ്ടായിരുന്നു. ഇത് ട്രംപിന്റെ ഉള്ളിൽ മോദിയെ ഒന്ന് ചൊറിയാൻ കൂടെ വേണ്ടിയിട്ടാ, നിന്നെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ പാകിസ്ഥാനെ കൊണ്ട് ഞങ്ങൾ കാര്യം നടത്തും എന്നുള്ളതിനാണ്. അതിനിടയിലാണ് ഈ ഇറാനില് മധ്യസ്ഥനായിട്ട് പാകിസ്ഥാൻ വരുന്നത്. പക്ഷെ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്തത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് അമേരിക്കയ്ക്കും പാകിസ്ഥാനെ വിശ്വാസമില്ല, ഇറാനും പാകിസ്ഥാനെ വിശ്വാസമില്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ അറിയാമല്ലോ, ആ ചർച്ചയെല്ലാം അവസാനം അലസി പിരിഞ്ഞ് പാകിസ്ഥാനെ കൊണ്ട് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇതാ വീണ്ടും ട്രംപിന് ഇപ്പോൾ ബോധോദയം ഉണ്ടായിരിക്കുകയാണ്. ട്രംപ് ഇതാ ഇപ്പോൾ തൽക്കാലം അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ പറയുന്നു അടുത്ത വർഷം ഇന്ത്യയിൽ വരുന്നു. ഇത് കുറെ നാളായിട്ട് ട്രംപ് വരുമോ മോദി പോവുമോ എന്നുള്ള ആ ഒരു പിടിവലിക്ക് ഇപ്പൊ അവസാനമായിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ട്രംപ് തന്നെ മോദിയുടെ അടുത്തേക്ക് കാര്യം നടത്താനായിട്ട് വരുന്നത്. അപ്പൊ ആരെ കൊണ്ടാണ് ആവശ്യം എന്നുള്ളത് ഈ കേരളത്തിലെ ചില അമേരിക്കൻ ഫാൻസ് ഉണ്ട്, ട്രംപിന്റെ ആരാധകർ. ഈ അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ഒന്ന് ആഞ്ഞു തുമ്മി കഴിഞ്ഞാൽ ഇന്ത്യ പറന്നു പോകുന്നൊക്കെയാണ് ചില പൊട്ടന്മാരുടെ വിചാരം. അങ്ങനെയുള്ള അമേരിക്കൻ ആരാധകർ മനസ്സിലാക്കേണ്ടതാണ് ആരെ കൊണ്ടാണ് ഇവിടെ കൂടുതൽ ആവശ്യം എന്നുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യക്ക് അമേരിക്കയെ കൊണ്ട് ആവശ്യമുണ്ട്. പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഇന്ത്യയെ ആവശ്യമുണ്ടെന്നുള്ളത് തന്നെയാണ് ഇത് കാണിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ ഇന്ത്യ അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് എന്താ, കീറാമുട്ടി എന്ന് പറയുന്ന ഈ ട്രേഡ് ടോക്സ് ആണല്ലോ. ആ ചർച്ച ഇപ്പോൾ ഇങ്ങനെ കുറെ കാലമായിട്ട് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, അത് നടക്കുകയാണ്, ഒരു ഒപ്പിടാൻ സാധിക്കാതെ, ഫൈനലൈസ് ചെയ്യാൻ സാധിക്കാതെ. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ കീറാമുട്ടിയായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ G7 കഴിഞ്ഞ മാസം G7 സമ്മേളനത്തിൽ വെച്ചിട്ട് ട്രംപും മോദിയും തമ്മിൽ ബ്രീഫായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ആ സമയത്ത് ട്രംപ് മോദിയെ സുഖിപ്പിക്കാൻ പാകത്തിന് കുറെ വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്കറിയാമല്ലോ. മോദി വലിയ കണിശക്കാരനാണ്, മോദി വലിയ പിടിവാശിക്കാരനാണ്, കച്ചവടത്തിന്റെ കാര്യത്തിൽ മോദിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ് മോദി, ആൾ ഡീസന്റൊക്കെയാണ്, ജെന്റിൽമാനാണ്, എനിക്ക് വളരെ ഇഷ്ടമാണ്, ഹാൻസം ആണ്, സുന്ദരനാണ്, പക്ഷെ ഒരു കില്ലറാണ് എന്നാണ് പറഞ്ഞത്. കില്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് ഉദ്ദേശിച്ചത് ഈ കച്ചവടത്തിന്റെ കാര്യത്തിൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഗുജറാത്തി അല്ലേ, നമുക്കറിയാമല്ലോ നമ്മുടെ മോദിജി. അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വഴിയില്ല. അതിനെയാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ കുറെ അന്തംകമ്മികൾ, പള്ളിക്കൂടത്തിലും പോയിട്ടില്ല, വിവരമില്ല, വിദ്യാഭ്യാസത്തിലുള്ള അന്തംകമ്മികൾ, മോദി നരഹത്യ നടത്തുന്നവനാണ്, കൊലപാതകിയാണ്, കൊലയാളിയാണ്, കില്ലർന്ന് വിളിച്ചത് തന്നെ കൊലയാളിയാണെന്ന് ട്രംപ് വിളിച്ചു എന്ന് പറഞ്ഞു. ഗുജറാത്തിൽ മുസ്ലിമുകളെ കൂട്ടിയിട്ട് കൊന്നു, അതിന്റെ പേരിൽ ട്രംപ് കൊലയാളിയാണെന്ന് വിളിച്ചതാണെന്നൊക്കെയാണ് ഈ പൊട്ടൻ അന്തംകമ്മികൾ അന്ന് പറഞ്ഞത്. ട്രംപ് ഗുജറാത്തിനെ കുറിച്ചൊന്നുമല്ല, ട്രംപ് പറഞ്ഞത് മോദി നല്ല ഒന്നാന്തരം കച്ചവടക്കാരനാണ്, കച്ചവടത്തിന്റെ കാര്യത്തിൽ മോദി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, ആ രീതിയിൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണെന്നാണ് ട്രംപ് ഉദ്ദേശിച്ചത്. എന്തുവാട്ടെ, ഈ അന്തംകമ്മികളെ സംബന്ധിച്ച് അവർക്ക് എന്തെങ്കിലും ആഘോഷിക്കാനായിട്ട് എന്തെങ്കിലും വേണമല്ലോ, അപ്പൊ അത് വളച്ചൊടിച്ചങ്ങ് ആഘോഷിച്ചു, അല്ലെങ്കിൽ അവരുടെ വിവരക്കേടായിട്ട് നമുക്കതിനെ കണ്ടാൽ മതി. അപ്പൊ ഏതായാലും മോദി ആ രീതിയിലൊക്കെ ഒന്ന് സുഖിപ്പിച്ചിരുന്നു. നമ്മുടെ കാരണവരാണെങ്കിൽ വായ തുറന്നൊരു അക്ഷരം പറയൂല്ലോ, മൂപ്പർ അവിടെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. അതുകൊണ്ട് മൂപ്പരുടെ ഉള്ളിൽ എന്താണെന്നുള്ള കാര്യം അപ്പോഴും ട്രംപിന് പിടികിട്ടിയില്ല. കരിങ്കലിനെ ആറ്റി പിടിച്ച പോലെ നമ്മുടെ കാരണവർ, അങ്ങേരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ദൈവം തമ്പുരാന് പോലും തിരിച്ചറിയാൻ സാധിക്കില്ല. അതിനിടയിലാണ് ട്രംപ് മോദിയുടെ മനസ്സിലിരിപ്പ് അറിയാനായിട്ട് നമ്മുടെ മാർക്കോ റൂബിയോയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അവിടെയാണ് വേറൊരു പ്രശ്നം വരുന്നത്. ഇപ്പൊ അതാ ഇന്ത്യയിലെ, ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ അമേരിക്കൻ ആരാധകരും ഡൊണാൾഡ് ട്രംപിന്റെ ഫാൻസും എല്ലാം ഇന്ത്യയിൽ ധാരാളം ഉണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ, ഒരു ഇവാഞ്ചലിക്കൽ അച്ചായനുണ്ടല്ലോ, ജിയോ പൊളിറ്റിക്സിലെ ഒരു വലിയ ഉസ്താദാണ് മൂപ്പര്. അപ്പോ അങ്ങേരെല്ലാം പറയുന്നത് എന്താണ്, അമേരിക്ക എന്ന് പറഞ്ഞാൽ ക്രിസ്തു രാജ്യമാണ്, ക്രിസ്ത്യാനികളുടെ അഭിമാനം വിട്ടിട്ട് ഒരു കളിയില്ല, അതുകൊണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നത് കൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് മിണ്ടാത്തത്. അത് മാത്രമല്ല, നരേന്ദ്രമോദിയെ ഇപ്പം മൂക്കുകൊണ്ട് ഇച്ഛ വരപ്പിക്കും ഡൊണാൾഡ് ട്രംപ്, അതായത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല RSSന്റെ
സർസംഘചാലകിനെ ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വിളിച്ച് ഫയർ ചെയ്തെന്നൊക്കെയാണ് ഈ അച്ചായം വിളിച്ച് പറയുന്നത്. കുറെ പൊട്ടന്മാർ അത് കണ്ടിരുന്നിട്ട് ഈ ഡൊണാൾഡ് ട്രംപിന് ജയ് വിളിക്കുന്ന ഹല്ലേലൂയയൊക്കെ പാടുന്നുണ്ട് അവിടെ അവരുടെ ചാനൽ. അത് പോട്ടെ, അതിപ്പോ ഒരു മതം മാറ്റ ചാനലായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമ്മളിപ്പോൾ പറയുന്നില്ല, അത് വിട്ടേക്കും. പക്ഷെ ഞാൻ പറയുന്ന സംഗതി, ഈ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ പേടിപ്പിച്ചു. എന്തിനു വേണ്ടി? ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നു. എന്താണത് പറയാൻ കാരണം? FCRA അമെൻമെന്റ്. FCRA നിയമം ഇവിടെ പരിഷ്കരിക്കുന്നു അല്ലെങ്കിൽ ഭേദഗതി ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്നത് പോലെ അമേരിക്കൻ അച്ചായന്മാരെ പോലെയുള്ള എല്ലാ ഇവാഞ്ചലിക്കൽ മതം മാറ്റ ഒത്താശക്കാരുടെയും ഉള്ളിലുള്ള പ്രശ്നം ഇതാണ്. ഇവിടെ FCRA നിയമം ഭേദഗതി ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ കൂടി ഞാൻ പറഞ്ഞതാണ്. FCRA നിയമം ഭേദഗതി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരുടെയും ഒരവകാശവും ഇവിടെ ലംഘിക്കുന്നില്ല, അല്ലേ? മതപ്രചരണം നടത്താനായിട്ട് FCRA വഴി കൊണ്ടുവരുന്ന ഫണ്ട്സ് ഉപയോഗിക്കരുത് എന്ന നിയമമുണ്ടോ? ഇല്ല. മതപ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കരുതെന്നില്ല. അതിനുവേണ്ടി ലഘുലേഖകൾ, ബൈബിൾ അച്ചടിക്കാൻ, അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കും അവർക്ക് ഉപയോഗിക്കാം. ഇനി ഇവർക്ക് ആതുര സേവനമാണല്ലോ ഇവരുടെ ഒരു ഇത്, അല്ലെ? പട്ടിണി മാറ്റുക, ദാരിദ്ര്യം മാറ്റുക, വിദ്യാഭ്യാസം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, പുട്ടും പഴവും ഉപ്പുമാവും പപ്പടവും ഒക്കെ കൊടുക്കുക, ഇതിനെല്ലാം ഇവർക്ക് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. മതം മാറ്റാനായിട്ട്, അത് കാശ് കൊടുത്ത് ആളെ ചേർക്കാനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല ഈ FCRA രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അത് പുതുക്കണം കൃത്യമായിട്ട്. ഇതൊക്കെ ലോകത്ത് എല്ലായിടത്തും ഉള്ള നിയമങ്ങളൊക്കെ തന്നെ, ഇന്ത്യയിൽ മാത്രമൊന്നും അല്ലേ നിയമമുള്ളത്. ഇതുകൂടാതെ ഈ കൊണ്ടുവരുന്ന പണം കൃത്യമായിട്ട് എത്രമാത്രം ഇവർ ഈ പറയുന്ന ഏത് ആവശ്യത്തിന് വേണ്ടിയാണോ കൊണ്ടുവരുന്നത് അതിനു വേണ്ടി ഉപയോഗിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും ഒരു അനാഥ കൊച്ചിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ചൂണ്ടിക്കാണിച്ചിട്ട് ഇതാ കൊച്ചിന് വീട് വെച്ച് കൊടുക്കാനാണ്, അയ്യോ അവൻ അനാഥനാണ്, അവൻ പാവമാണ്, അവന് വീട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക ഇന്ന് $10 ലക്ഷം കൊണ്ടുവന്നിട്ട് അവന് $10 കൊടുക്കുകയും ബാക്കിയുള്ള പണം മുഴുവൻ ഇവിടെയുള്ള ഈ സഭയുടെ ആളുകള് അവര് തമിഴ്നാട്ടിലും അവിടെ ഇവിടെയൊക്കെ ഏക്കർ കണക്കിന് ഭൂമി വാങ്ങിയിടാനും അവർക്ക് മെഴ്സിഡീസ് ബെൻസ് വാങ്ങാനും അതുപോലെ അവരുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനും സാധിക്കില്ല. $10 കൊടുത്തില്ലെങ്കിൽ $10 കൊച്ചിന് കൊടുത്തുള്ളൂ എന്നുള്ളത് കണക്കിൽ കാണിക്കേണ്ടി വരും. അപ്പൊ ഇതൊക്കെയാണ് ഇവർക്ക് ഇഷ്ടമല്ലാത്ത. അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മുസ്ലിം സംഘടനകൾക്കും ഹിന്ദു സംഘടനകൾക്കും ഇല്ലാത്ത വയറുവേദനയും നെഞ്ചുവേദനയും ക്രിസ്ത്യൻ സംഘടനകൾക്ക് വരുമ്പോഴേ കൃത്യമായിട്ട് അറിയാം ഇതെല്ലാം ഉടായിപ്പാണ്. അത് നരേന്ദ്രമോദി തടയുന്നു. അപ്പോൾ ഏതായാലും ഈ പറയുന്ന പോലെ കേരളത്തിൽ നമ്മുടെ ഇവാഞ്ചലിക്കൽ അച്ചായനെ പോലുള്ളവരെല്ലാം കരുതിയിരുന്നത് ഇപ്പൊ ദാ ട്രംപ് വന്നിട്ട് മോദിയുടെ കഴുത്തിന് പിടിക്കും, FCRA നിയമം പിൻവലിക്കട എന്ന് പറഞ്ഞ് പിൻവലിപ്പിക്കും എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെ തള്ളിമറിച്ചവരാണ്. ഇപ്പൊ അതൊന്നും നടക്കാൻ പോകുന്നില്ല. മോദി ഇതാ ഇപ്പൊ FCRA നിയമം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞിട്ടുണ്ട് FCRA നിയമം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ അമെൻഡ് ചെയ്തത്, അല്ലാതെ പിൻവലിക്കാൻ വേണ്ടിയൊന്നുമല്ല. മാത്രമല്ല പുറമേ ഉള്ള രാജ്യങ്ങളൊന്നും നമ്മുടെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. ഇപ്പൊ ഏതായാലും FCRA നിയമം പിൻവലിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പായി. മാർക്കോ റൂബിയോ ഇന്ത്യ വന്നത് എന്തിനാ? നേരെ മൂപ്പര് പോയത് ആരെ കാണാനാ? മദർ തെരേസയുടെ സ്ഥാപനത്തിലേക്കാണ് പോയത്, മിഷണറീസ് ഓഫ് ചാരിറ്റി. മാർക്കോ റൂബിയോ അവിടെ പോയിട്ട് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി പോയിട്ട് അവർക്ക് ഉറപ്പ് കൊടുത്തതാണ്, ഞാൻ എന്താ നരേന്ദ്രമോദിയെ കാണാൻ പോവാ, ഞാനിപ്പോൾ അയാളെ വലിച്ച് മൂക്കിൽ കയറ്റി എല്ലാ പ്രശ്നവും സോൾവ് ചെയ്താക്കാന്ന് ഡൽഹി ചെന്ന് കഴിഞ്ഞപ്പോഴോ മാർക്കോ റൂബിയോയ്ക്ക് പട്ടിയുടെ വില പോലും കൊടുത്തില്ല. മാർക്കോ റൂബിയോയെ സ്വീകരിക്കാനോ അല്ലെങ്കിൽ അയാളെ തിരിച്ചു പറഞ്ഞു വിടാൻ നേരത്തെ വിമാനത്തിൽ കയറ്റി അയക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ആ കലാപരിപാടികൾ ഒന്നും ഉണ്ടായില്ല. അവിടെ ഏതോ ഡൽഹി പോലീസ് സ്റ്റേഷനിലെ ഏതൊരു കോൺസ്റ്റബിളിനെ പറ്റിയാണ് നരേന്ദ്രമോദി പറഞ്ഞു വിട്ടത്. എന്തായാലും വന്നതല്ലേ, അയാളെ കയറ്റിവിടുക എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി അങ്ങോട്ടങ്ങ് പോയത് പോലുമില്ല. അപ്പോൾ വലിയ രീതിയിലുള്ള അപമാനമാണ്. ട്രംപിന് കാര്യം മനസ്സിലായി, ഇങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലെ കാരണവരുടെ ഇടയ്ക്ക് ഈ കളിയൊന്നും നടക്കില്ല. അതുകൊണ്ട് മൂപ്പരുമായിട്ട് ഒരു രമ്യതയെ പോവാം. ഇപ്പൊ ട്രംപിന് എന്താ ആവശ്യം? ട്രംപിനെ സംബന്ധിച്ച് ഇപ്പൊ ഈ നവംബറിൽ അവിടെ ഇലക്ഷൻ വരികയാണ്, അവിടെ മിഡ് ടേം ഇലക്ഷൻ വരികയാണ്. ട്രംപിന്റെ എല്ലാ സ്ഥാനാർത്ഥികളും തോൽക്കും. കഴിഞ്ഞ ദിവസം കണ്ടല്ലോ ന്യൂയോർക്കിൽ എന്താ സംഭവിച്ചതെന്ന്. അത് വേറൊരു ചർച്ചാ വിഷയമാണ്. എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അമേരിക്കയിൽ പിടിമുറുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന്റെ ക്ലാസിക് എക്സാമ്പിൾ. അത് വേണമെങ്കിൽ വേറെ ഒരു സെഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ന്യൂയോർക്കിൽ കണ്ടത് അതാണ്. അപ്പോ ട്രംപിനെ സംബന്ധിച്ച് ഈ തിരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ഇറാൻ യുദ്ധത്തിലെ നാണക്കേട്, അവസാനം ജീവനും കൊണ്ട് ഓടുകയാണ് ചെയ്തത് ഇറാൻ യുദ്ധത്തിൽ. അതുകൂടാതെ ട്രംപിന്റെ ഇപ്പോഴത്തെ ഭരണവിരുദ്ധ വികാരം, ഇങ്ങനെ പല പ്രശ്നങ്ങളും ട്രംപിന് വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി ലോസ്റ്റ് ഗ്രൗണ്ട് തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു നേട്ടം ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടി ഇന്ത്യയുമായിട്ട് ട്രേഡ് ഡീൽ ഫൈനലൈസ് ചെയ്തേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുമായി ട്രേഡ് ഡീൽ ഫൈനലൈസ് ചെയ്തു, ഇനി നമുക്ക് അമേരിക്കയ്ക്ക് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ എക്സ്പോർട്സിനെ അത് ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപിന് എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും ആളുകളെ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു പദ്ധതിയിലാണ് ട്രംപ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് മോദിയെ സംബന്ധിച്ച്, ഇന്ത്യൻ സർക്കാരിനെ സംബന്ധിച്ച് ഇതിന്റെ ആവശ്യമേ ഇല്ല.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രംപിന് എത്ര കാലം ബാക്കിയുണ്ട്? അമേരിക്കയിൽ ഒരു ഗുണമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് പ്രസിഡൻസിയിൽ 2 തവണ കൂടുതൽ ഇരിക്കാൻ പാടില്ലോ. ട്രംപിന്റെ 2ാമത്തെ തവണയാണ്, 2ാമത്തെ ടേമാണ്. കൂടി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ 2026 27 അവസാനത്തോടു കൂടി ട്രംപിന്റെ കച്ചവടം കഴിയും. 2027 അല്ല 2028 2028 അവസാനത്തോട്, അത് ഏതാണ്ട് 1.5 വർഷത്തോടു കൂടി കഴിഞ്ഞാൽ ട്രംപിന്റെ കച്ചവടം കഴിയും. പുതിയ സർക്കാർ വരുമ്പോൾ നമ്മുടെ മോദിജി ഇവിടെ തന്നെ ഉണ്ടാവും. അവരുമായിട്ട് ചർച്ച ചെയ്ത് നമുക്കൊരു ട്രേഡ് എഗ്രിമെന്റിൽ അല്ലെങ്കിൽ ട്രേഡിൽ സൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്ത്യയെ സംബന്ധിച്ച് ഇത്രയും കാലം ആയില്ല, ഇനിയിപ്പോൾ ഒരു 1.5 വർഷം കൂടെ പോട്ടെ എന്ന് പറഞ്ഞാണ് മോദിജി നമ്മുടെ കാർന്നവരും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ച് അതല്ല. അമേരിക്കയെ സംബന്ധിച്ച് ഉടനെ തന്നെ ഇന്ത്യയുമായിട്ട് ഈ എഗ്രിമെന്റ് ഒപ്പുവെക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഇതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യക്ക് അമേരിക്കയെ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ട്രംപിന് നമ്മുടെ മോദിജിയെ ആവശ്യമുണ്ടെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം അതാണ്. ഇനി ഇതിൽ രസകരമായ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സാധാരണ ഈ അമേരിക്കയുടെ പ്രസിഡന്റൊക്കെ ഇന്ത്യ വരുമ്പോൾ നാട്ടു നടപ്പുണ്ട്, കുറെ കാലമായിട്ട് നടക്കുന്ന നാട്ടു നടപ്പാണ്. ആദ്യം ഒന്ന് പാകിസ്ഥാനിൽ പോയിട്ട് അവിടെ ഒന്ന് മുഖമൊക്കെ കാണിച്ച് ഒന്ന് ചായയൊക്കെ കുടിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ഇന്ത്യയുടെ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ അവിടെ കൈയൊക്കെ പിടിച്ച് കുലുക്കിയിട്ട് ഇന്ത്യ വരും. ഇന്ത്യ വന്നിട്ട് അത്താഴത്തിന് വേണം വന്നിട്ട് അവിടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടി ഇരുന്ന് അത്താഴമൊക്കെ കഴിച്ച് ഇവിടുത്തെ ചാപ്പാടെല്ലാം അടിച്ചതിന് ശേഷം ഇവിടെ പാകിസ്ഥാൻ അല്ലെങ്കിലും അവന്മാർ തീവ്രവാദികളാണ്, നമുക്ക് 2 പേരും കൂടെ അവനിട്ട് പണിയാം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് തിരിച്ചു പോകും. ഇങ്ങനെ 2 വള്ളത്തിൽ കാലി ഓടുന്ന പരിപാടി സ്ഥിരമായിട്ടുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ത്യയിൽ ആദ്യം വന്നിട്ട് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ട് തിരിച്ച് പാകിസ്ഥാനിൽ പോയി അവിടെ നമ്മുടെ കുറ്റം പറഞ്ഞിട്ട് അവിടെ പറഞ്ഞിട്ട് തിരിച്ച് അമേരിക്ക. ഇതാണ് കാലാകാലങ്ങളായിട്ട് നടക്കുന്നത്. ഇതൊരു നാട്ടു നടപ്പായിരുന്നു, ആചാരമായിരുന്നു, ഒരു മതേതര ആചാരം, നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ഡിപ്ലോമാറ്റിക് ആചാരമായിരുന്നു ഇത്. ഇപ്പൊ ഇത്തവണ അത് ലംഘിച്ചിരിക്കുകയാണ്. ട്രംപ് ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ, പാകിസ്ഥാനിലേക്ക് പോകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാനെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപിന് മനസ്സിലായി. ഇത് വീണ്ടും നരേന്ദ്രമോദിയുടെ വിജയമാണ്. കാരണം നോക്കൂ, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി. അമേരിക്ക ഇല്ലെങ്കിൽ ലോകമില്ല. അമേരിക്ക തുമ്മിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ലോകത്തിന് മുഴുവൻ ജലദോഷം വരും എന്നൊക്കെ നമ്മുടെ ഇവാഞ്ചലിക്കൽ അച്ചായനെ പോലെയുള്ള കുറെ ആളുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു പോകുന്നുണ്ട്. അത്രേ ഉള്ളൂ, ഈ വിളിച്ചു പോകുന്നത് നിലവിളി മാത്രമേ ഉള്ളൂ. അമേരിക്ക ഒന്നുമല്ല. നമ്മുടെ മോദിജി വിചാരിച്ചു കഴിഞ്ഞാൽ അമേരിക്കയെ പോലെയുള്ള വമ്പന്മാരെയൊക്കെ വരച്ചവരെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ പുതിയ തെളിവാണ് ഞാൻ ഈ പറഞ്ഞ. നിവൃത്തിയില്ലാതെ ഗതികെട്ട് അവസാനം നാണം കെട്ട് അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ മുന്നിലേക്ക് വരേണ്ടി വന്നു. മുഹമ്മദ് മലയെ അന്വേഷിച്ച് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. താങ്ക് യു. ജയ് ഹിന്ദ്.